കാവ്യ വേണമെങ്കിൽ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. കാവ്യ ഞാൻ അറിഞ്ഞിടത്തോളം നല്ലൊരു കവിയാണ്. കവി എന്ന് പറയുമ്പോൾ ആണുങ്ങളെയാണ് കവി എന്ന് പറയുന്നത്. കവയിത്രിയാണ് അല്ലെങ്കിൽ കവിയത്രി, രണ്ടും തമ്മിൽ കൃത്യമായിട്ട് ഏത് വാക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാവ്യ ഒരുപാട് ഗാനങ്ങൾ എഴുതുക, കവിത എഴുതുക, അതിന് സംഗീതം ചെയ്യുക, സംഗീതം ചിട്ടപ്പെടുത്തുക, ഇങ്ങനെ സിനിമയിലുള്ളവർക്ക് പോലും പലർക്കും അറിയാത്ത ഒരുപാട് അത്ഭുതകരമായ കഴിവുള്ള ഒരു കുട്ടിയാണ് കാവ്യ. കാവ്യ അടുത്ത കാലത്ത് എന്നോട് ചോദിക്കുകയുണ്ടായല്ലോ കാവ്യയുടെ ഗാനങ്ങൾ അടങ്ങിയ ഒരു CD പ്രകാശനം ചെയ്യാനായിട്ട്. ഞാൻ കാവ്യയ്ക്ക് തരുന്ന സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ CD പ്രകാശനം ചെയ്യാൻ വരാം. നമ്മൾ ആദ്യം അഭിനയിക്കുന്നത്, നമ്മൾ തമ്മിലല്ലെങ്കിലും നമ്മൾ കാവ്യമുള്ളൊരു സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത് അഴകിയ രാവണൻ എന്ന സിനിമയിലാണ്. അഴകിയ രാവണൻ എന്ന സിനിമയിൽ പരോക്ഷമായി കാവ്യ എൻ്റെ നായികയാണ്. അവിടെ നിന്ന് കാവ്യ ഒരുപാട് വളർന്നു, ബുദ്ധിപരമായിട്ടല്ലെങ്കിലും ഒരുപാട് വളർന്ന് ഇത്രയും വലുതായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നായികയായി വീണ്ടും നമ്മളൊരു സിനിമയിൽ യഥാർത്ഥ നായകന്മാരായി അഭിനയിക്കുന്നു അല്ലേ? വെനീസിലെ കച്ചവടക്കാരൻ. പിന്നെ വേണമെങ്കിൽ ഞാൻ കാവ്യയെ ഒന്നുകൂടെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഒരു വാക്ക് ഉപയോഗിക്കാം. കാവ്യ മാധവൻ എന്നുള്ളതിന് പകരം കാവ്യ മാധവം എന്നാക്കാം. മലയാള സിനിമയുടെ മാധവമാണ്. മാധവം എന്ന് പറഞ്ഞാൽ വസന്തം. ഏറ്റവും സമ്പുഷ്ടമായ, ഏറ്റവും സുരഭിലമായ കാലഘട്ടമാണ് മലയാള സിനിമയിൽ കാവ്യ ഉള്ളത്. ഇതിൽ കൂടുതലൊന്നും നുണ പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല കാവ്യ. ഐ എം വെരി സോറി. ഓൾ ദ ബെസ്റ്റ്. സന്തോഷായില്ലേ? സന്തോഷമായി. മമ്മൂക്ക ഒരു മനസ്സിലാക്കി ഒരു വലിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം മമ്മൂക്കൻ്റെ പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്തിനെ കുറിച്ചായാലും നമ്മൾ ഒരു വേറെ എന്തെങ്കിലും ഒരു കഴിവോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പാട്ട് എഴുതുന്നു എന്നുള്ളത് മമ്മൂക്ക എവിടെയോ വായിച്ചിട്ട് എന്തുള്ളൊരു അറിവാണ്. അത് ഈ ലൊക്കേഷനിൽ ജോയിൻ ചെയ്ത് അന്ന് തുടങ്ങി മമ്മൂക്ക എപ്പോഴും എന്താണ് നമ്മളൊക്കെ കേൾപ്പിക്കുക പാട്ട് എന്നൊക്കെ ആക്കിയിട്ടാ. അപ്പം എൻ്റെ മനസ്സിൽ കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് മമ്മൂക്ക പ്രകാശനം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്തോ എൻ്റെ മനസ്സിൽ ഞാനത് ഫിക്സ് ചെയ്ത പോലെയാ. മമ്മൂക്കയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് കാവ്യ എങ്ങനെ ഇത് CD പ്രകാശനം ചെയ്യും. ഞാൻ പറഞ്ഞു പിന്നെ മമ്മൂക്കയാണ് CD പ്രകാശനം ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പൊ മമ്മൂക്കയുടെ അപ്പൊ മമ്മൂക്ക ആണോ, പുള്ളി വരുവോ, പറ്റിക്കോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് സംശയം, ദൈവമേ ഞാൻ വലിയ തീരുമാനമായിട്ട് പറയണ പോലെയാണ്. പിന്നെ റിക്വസ്റ്റ് ചെയ്യും മമ്മൂക്ക എന്തായാലും വരണം കേട്ടോ. ഞാൻ എല്ലാവരോടും പറഞ്ഞു പോയി, ആലോചിക്കട്ടെ, കുറച്ച് ആലോചിച്ചിട്ട് ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടൊക്കെ തീരുമാനിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ഇത്രയും പേരെ സാക്ഷിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് വരുമായിരിക്കും. താങ്ക് യു വെരി മച്ച്.